എംഡിയുടെ വാക്കുകൾക്ക് രാഷ്ട്രീയ കേരളത്തിൽ നിന്ന് വളരെ വലിയൊരു പിന്തുണ വരികയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സിപിഎമ്മിന്റെ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണും? കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ കഴിഞ്ഞ ദിവസം MD നടത്തിയ പ്രസംഗം അത് കേരളം വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് പല തരത്തിലും CPM-നുള്ളിലായിരുന്നാലും അതിന് പുറത്തായിരുന്നാലും പലതരത്തിലുള്ള വിമർശനങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സമയത്താണ് ഇന്ന് CPM സംസ്ഥാന എക്സിക്യൂട്ടീവ് KG സെന്ററിൽ ചേർന്നത്. ഈ എക്സിക്യൂട്ടീവിലാണ് ഈ നിലവിൽ ഉണ്ടായിരിക്കുന്ന ഈ വിവാദം അവഗണിക്കാൻ ഉള്ള ശ്രമം അല്ലെങ്കിൽ അത്തരത്തിൽ അവഗണിക്കണം എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനം വരുന്നത്. കാരണം MD ഇതേ കാര്യം മുൻപും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതിൽ CPM കക്ഷി ചേരുകയോ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയോ ഈ വിവാദങ്ങളിൽ കൈകൊടുക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനമാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായമാണ് ഉയർന്നു വന്നത്. 2003 MDയുടെ ലേഖനങ്ങൾ, തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന പേരിൽ കറണ്ട് ബുക്സ് ഒരു പുസ്തകം പുറത്തിറക്കിയിരുന്നു. ഇതിന്റെ ആമുഖത്തിൽ MD ഇതേ കഴിഞ്ഞ ദിവസം വായിച്ച അതേ പ്രസംഗം തന്നെയാണ് ഇതിന്റെ ആമുഖത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും അത് ഈ സർക്കാരിനെയോ പിണറായി വിജയനെയോ വിമർശിക്കുന്നതായി കാണേണ്ടതില്ലെന്നും നേരത്തെ എഴുതിയ കാര്യം അദ്ദേഹം വീണ്ടും ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഉള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവാദത്തിൽ നിലവിൽ CPM കക്ഷി ചേരേണ്ടതില്ല എന്ന ഒരു സമീപനത്തിലേക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും എന്തുകൊണ്ട് 2003 MD എഴുതിയ ആ ലേഖനം, ആ ആമുഖ പ്രസംഗം വീണ്ടും ഇന്നലെ അദ്ദേഹം വീണ്ടും വായിക്കാൻ തയ്യാറായി എന്ന ചോദ്യം അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളെയൊക്കെ അവഗണിക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. ചന്തു, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഘട്ടത്തിൽ, അതായത് ഇത്രത്തോളം വിവാദമാകുന്ന ഒരു ഘട്ടത്തിലും CPM-ന്റെ നേതാക്കളും അല്ലെങ്കിൽ CPM തന്നെ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് MDയുടെ വിമർശനങ്ങളൊക്കെയും കേന്ദ്രത്തിനെതിരെയാണ്, അല്ലെങ്കിൽ കേന്ദ്രത്തിലേക്ക് പഴിചാരുന്നൊരു സംഗതിയിലേക്ക് ഇപ്പോൾ CPM-ന്റെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ഒരുപക്ഷെ നോക്കിക്കഴിഞ്ഞാൽ മലയാള മണ്ണിനെ സ്നേഹിക്കുന്ന MD എന്ത് തന്നെയായാലും കേരളത്തിനെ കുറിച്ചല്ലാതെ എന്തായാലും പറയില്ല, അങ്ങനെയല്ലേ കരുതേണ്ടത്? വിഷ്ണു, ഇത് പ്രധാനമായും ഇതിലെ രാഷ്ട്രീയ വിവാദം ഉടലെടുത്തത് തന്നെ നിലവിലെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ സർക്കാർ രീതികളിൽ വലിയ വിമർശനം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും MDയെ പോലെ സാഹിത്യരംഗത്ത് മുൻ പത്രപ്രവർത്തകനായിരുന്ന അയാൾ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വിമർശനം എന്ന നിലയ്ക്ക് അവിടെ ഒരു ആമുഖ പ്രസംഗം വായിക്കണമെങ്കിൽ അതിൽ തികച്ചും രാഷ്ട്രീയമായി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആ ഉള്ളടക്കം തന്നെയുണ്ട്. പ്രധാനമായും അദ്ദേഹം EMS സർക്കാരിന്റെ കാലവും റഷ്യയിലെ കമ്മ്യൂണിസവും നിലവിലെ ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയവും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത് വിവരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം എന്ന രീതിയിൽ ഒരു ഘട്ടത്തിലും വായിക്കാൻ കഴിയുകയില്ല. സംസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് ഇടത് സർക്കാരുകൾ ചെയ്തു വന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് 2003 അദ്ദേഹം ഇത്തരത്തിലൊരു ആമുഖം എഴുതിയത്. വീണ്ടും ഇപ്പോൾ വായിക്കാൻ ഉണ്ടായ സാഹചര്യത്തെ കുറിച്ചാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവൃത്തികളിലും ചെയ്തികളിലും ഒക്കെ വലിയ വിമർശനം ചർച്ചയായിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് MD 2003 എഴുതിയതാണെങ്കിൽ കൂടി ഇപ്പോൾ ആ ഒരു പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം ഈ അദ്ദേഹം വായിച്ച പ്രസംഗത്തിന് പ്രസക്തിയേറുന്നതും അവിടെയാണ്. അത് തന്നെയാണ് സ്വാഭാവികമായും CPM കേന്ദ്രങ്ങളെ ഭയപ്പെടുത്തിയതും അല്ലെങ്കിൽ CPM-നെതിരായ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയതുമൊക്കെ. അപ്പോൾ സ്വാഭാവികമായും ഇത് സംസ്ഥാന സർക്കാരിനെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന് മറുഭാഗം വാദിക്കുന്നതും ഇതേ കാര്യങ്ങൾ നിരത്തിയാണ്. അതുകൊണ്ട് തന്നെ ഇത് സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ വിമർശിക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. 2003 അദ്ദേഹം എഴുതിയ ആമുഖത്തിലും വളരെ കൃത്യമായി ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ആ ആമുഖം വീണ്ടും ആവർത്തിക്കുക തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇപ്പോഴുള്ള സർക്കാരിനെതിരായ കടുത്ത വിമർശനം തന്നെ ആണ് എന്നുള്ള വിലയിരുത്തലാണ് പല കോണുകളിൽ നിന്നും വരുന്നത്. ആ ആമുഖം വായിക്കുമ്പോഴും സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ അത് സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനമായി തന്നെ വിലയിരുത്തേണ്ടി വരും. യെസ്, വ്യക്തമാണ്. MDയുടെ പ്രസംഗത്തെ അവഗണിക്കാനാണ് ഇപ്പോൾ CPM-ന്റെ തീരുമാനം ഉണ്ടാകുന്നത്. ചന്തു ആണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.